അനുഭവങ്ങളെ ഉള്ളൂ. ഒന്ന്, ഉണർന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള അനുഭവം. രണ്ട്, ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചുവെച്ച് മനസ്സുകൊണ്ട് കാണുന്ന അനുഭവം, അതിനെ സ്വപ്നം എന്ന് വിളിക്കും. പിന്നെ മനസ്സും ഉറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു അനുഭവം. അപ്പൊ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള അനുഭവത്തെ ആദിഭൗതികം എന്ന് പറയും. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ കാണുന്ന അനുഭവങ്ങളെ ആദിദൈവികം എന്ന് പറയും. ഉറക്കത്തിൽ ആധ്യാത്മികം എന്ന് പറയും. ഉറക്കത്തിൽ ആ വ്യക്തിയുടെ മനസ്സ് പരിപൂർണമായി കെട്ടടങ്ങി കിടക്കുന്നത് കൊണ്ട് ആ മനസ്സ് വളരെ അടുത്തിരിക്കുന്നു. ആരോട്? ഭഗവാനോട്. ഭഗവാനോട് വളരെ ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലുണ്ടല്ലോ, ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ചവിട്ടിയാൽ നമ്മൾ തൊട്ട് തലയിൽ വെക്കണം എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നവരെ ചാടിക്കിടക്കരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം അവരിൽ ആ സമയത്ത് മനസ്സ് പരിപൂർണമായി ഭഗവാനോട് ചേർന്ന് കിടക്കും. പക്ഷെ അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഭഗവാനും ആ മനസ്സിനും ഇടയ്ക്കൊരു മറയുണ്ട്. ആ മറ അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാലോ മനസ്സും ഭഗവാനും ഒന്നായി. അതുകൊണ്ട് രമണ മഹർഷിയെപ്പോലുള്ള മഹാത്മാക്കള് അവരുടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഭഗവാനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഭഗവാനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ മറയെടുത്ത് നീക്കലാണ്. അതിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് സ്ലീപ്ലെസ് സ്ലീപ്പ് എന്നാണ്. മനസ്സിലാക്കാൻ ലേശൊരു ഇത് വേണം. സ്ലീപ്പാണ്, എന്നാൽ അവിടെ എന്തില്ല? ഉറക്കമില്ല. ഉറക്കമില്ലാത്ത ഉറക്കം എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരുടെ ഭാഷയല്ലേ, സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ പറയുന്നത് എന്താന്നുള്ളത്. ഉറക്കമില്ലാത്ത ഉറക്കം എന്ന് ഇത് ഭ്രാന്താശുപത്രിയിൽ പോയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായി ക്ലിയറായി എന്താ കേസ് എന്നുള്ളത്. പക്ഷെ രമണ മഹർഷിയെപ്പോലുള്ള മഹാത്മാക്കൾ ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ, അവരുടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പം അങ്ങനെയും ഒരവസ്ഥ ഉണ്ട്. അവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊക്കെ ക്രമേണ അനുഭവിക്കാൻ പറ്റും. അതായത് ഉറക്കമില്ലാത്തൊരു ഉറക്കം, അതാണ് അവരൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിനെ തന്നെയാണ് ത്രിതയം തത്രയോ വേദ. മൂന്നെണ്ണം നമുക്കറിയാം. ഏതെണ്ണം? ആദി ഭൗതികമറിയാം, ആദി ദൈവികമറിയാം, ആധ്യാത്മികമറിയാം. ത്രിതയം തത്രയോ വേദ. ഇനി മൂന്നാമത്തത്, ഇത് മൂന്നും നമുക്ക് അറിയിപ്പിച്ചു തരുന്നത് ആരാണ്? സ ആത്മാ. അവനെയാണ് ആത്മാവിനും സ്വ ആശ്രയ, അവനെയാണ് ആശ്രയിക്കേണ്ടതെന്നും. അപ്പൊ ഞാൻ ഭാഗവതത്തിലൂടെ ഒക്കെ നോക്കിയപ്പോണ്ടല്ലോ ഒരു കാര്യം വ്യക്തമായി ഭാഗവതം പറയുന്നത്, നമ്മളിൽ നിന്ന് അന്യമല്ല ഈശ്വരൻ. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയാണ് ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റി. ആണോ അല്ലയോ? കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ നിനക്ക്? നിങ്ങളിൽ നിന്ന് അന്യമായൊരു ദൈവത്തിലേക്കാണോ ഭാഗവതം നിങ്ങളെ നയിക്കുന്നത്? അല്ല. പറയാനുള്ള ഈശ്വരനൊക്കെ എവിടെ തന്നെയാണ്? നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നല്ലേ അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മളെയൊക്കെ ഓരോ നക്ഷത്രങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ വിശാലമായിരിക്കുന്ന ആകാശത്തെ നമ്മൾ ഈശ്വരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങളും നിൽക്കുന്നത് ഭഗവാനിൽ തന്നെയാണ്. ഭാഗവതത്തിൽ അതിസുന്ദരമായൊരു ശ്ലോകമുണ്ട്. 5-ാമത്തെ സ്കന്ധത്തിൽ പറയും, ഭഗവാനെ നിർവചിക്കുന്ന സമയത്ത് പറയാണ്, ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ചഷാണാമിവ തോയമിപ്സിതം ഹിത്വാ മഹത്വം യതി സജ്ജതേ ഗൃഹേ വയസാദംപതീനം. വളരെ മനോഹരമായിട്ട് ഋഷി പറയാണ്, എങ്ങനെയാണ് ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുപോലെയാണ് അത്രേ? ശരീരിനാം ആത്മാ, ഭഗവാൻ ഓരോരുത്തരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ഏതുപോലെയാണ്? ചഷാണാം ഇവതോയമിപ്സിതം. അതാണ് ദൃഷ്ടാന്തം. ചഷം എന്ന് പറഞ്ഞാൽ മത്സ്യം, തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. വെള്ളത്തിലിരിക്കുന്ന മത്സ്യങ്ങൾ, ഒരു കടലിലിരിക്കുന്ന അനവധി മത്സ്യങ്ങൾ. ഈ മത്സ്യങ്ങളുടെയൊക്കെ മുന്നിലും പിന്നിലും എല്ലാം ആര് തന്നെയാണ്? വെള്ളം തന്നെയാണ്. ഇതുപോലെ ഓരോ മത്സ്യങ്ങളെയും നമ്മളായിട്ട് എടുത്തു കഴിഞ്ഞാലോ, നമ്മുടെ മനസ്സായിട്ട് എടുത്തു കഴിഞ്ഞാലോ, ആ മനസ്സിന്റെ മുന്നിലും പിന്നിലും ഒക്കെ ആര് തന്നെയുള്ളൂ? ഭഗവാൻ തന്നെയുള്ളൂ. എത്ര നല്ല! ഇതിലൊക്കെ അപ്പുറം ഇങ്ങനെ ഒരു ഉദാഹരണം പറയുക, ഒരു കടൽ വെള്ളം. അതുപോലെ തന്നെ നിങ്ങൾ ഭഗവാനെ സങ്കല്പിക്കുക, സാന്ദ്രാനന്ദാവബോധം. സാന്ദ്രം, ഇടതൂർന്നത്, ഒരിക്കലും ഒരു എന്താണ് ഗ്യാപ്പില്ലാത്ത അത്രയും നിറഞ്ഞിരിക്കുന്ന വെള്ളം. അങ്ങനെയല്ലേ? വെള്ളം അങ്ങനെയല്ലേ? ഇടതൂർന്ന് നിൽക്കുന്നതല്ലേ? അപ്രകാരമുള്ള ഒരു വെള്ളം പോലെ ഭഗവാനെ അങ്ങോട്ട് സങ്കല്പിക്കും. എന്നിട്ട് അതിൽ കിടക്കുന്ന ഒരു മത്സ്യം, അതിനെ സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ എപ്പോ മത്സ്യത്തെ നമ്മൾ കരയിലേക്ക് എടുത്തിട്ടോ പിന്നെ ആ മത്സ്യത്തിന് ജീവിതമില്ല. എപ്പോ നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്നും വിട്ടുപോയോ പിന്നെ ആ മനസ്സിന് ജീവനമില്ല. അതുപോലെ ആ ഒരു മത്സ്യത്തെ പോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ കാണാൻ സാധിക്കണമെങ്കിൽ, മത്സ്യത്തിന് തിരിഞ്ഞും മറിഞ്ഞും മുന്നോട്ടും പിന്നോട്ടും മുകളിലേക്കും താഴോട്ടൊക്കെ പോകണമെങ്കിൽ വെള്ളം വേണം എന്നതുപോലെ നമ്മുടെ മനസ്സിന് നിലനിൽക്കാൻ ആര് വേണം? ഭഗവാൻ വേണം. അങ്ങനെയുള്ള ഭഗവാനിൽ നിന്നാണ്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് മനസ്സ് ഉണർന്നു വരുന്നത്. ആ ഭഗവാനിലാണ് മനസ്സ് നിലനിൽക്കുന്നത്. അതിലേക്കാണ് മനസ്സിന് തിരിച്ചു പോവേണ്ടത്. എങ്കിൽ ആശ്രയം ആര് തന്നെയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഒന്ന് മൊത്തത്തിൽ നോക്കൂ. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതയ,
മന്വന്തരം, ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉറപ്പിക്കണം. നിങ്ങൾ ഇത് വെച്ചിട്ടേ നിങ്ങൾ ഭാഗവത സപ്താഹം കേൾക്കാൻ പോവാവൂ. കാരണം ഇതാണ് ഇതിന്റെ ഫ്രെയിം വർക്ക്, ഇതാണ് ഇതിന്റെ സിലബസ്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഏത് സപ്താഹത്തിന് പോയാലും നിങ്ങൾക്ക് കുറെ വിഡ്ഢിത്തങ്ങൾ മനസ്സിലാക്കാം, കുറെ പൊട്ടത്തരങ്ങൾ ഉൾക്കൊള്ളാം എന്നല്ലാതെ ഭാഗവതം ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം മറ്റൊരു ദൈവത്തിലേക്കാണ് എത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അനന്യഭക്തിയല്ല ഉണ്ടാവുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അന്യനായിരിക്കുന്ന ഭക്തിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് യാചിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് താഴേണ്ടതുണ്ട്, ദൈവത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് യാചിക്കും. ദൈവം എന്ന് പറയുന്നത് യാചിക്കേണ്ടവനല്ല, ദൈവം എന്ന് പറയേണ്ടത് നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടവനാണ്. മനസ്സിന്റെ ആശ്രയമാണ് ദൈവം എന്നുണ്ടെങ്കിൽ മനസ്സ് യാചിക്കുകയാണോ വേണ്ടത്? എവിടുന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൈവത്തോളം ഉയർത്താൻ, ദൈവത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന ഒരു മനസ്സുകൊണ്ട് നാം ദൈവത്തിന്റെ മുന്നിൽ യാചിക്കണമെങ്കിൽ നാം ദൈവത്തോട് അടുക്കുകയാണോ ചെയ്യുന്നത്, അകലെയാണോ ചെയ്യുന്നത്? അടുക്കണോ അകലെയാണോ ചെയ്യുന്നത്? നിങ്ങൾ സ്വയം ചോദിക്കൂ. നമ്മൾ അടുക്കുകയായിരുന്നെങ്കിൽ എത്രയോ ഉയർന്നിട്ടുണ്ടാവില്ലേ? ചിന്തിക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്തിയിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ധന്യതയോടുകൂടി കൃതാർത്ഥതയോടുകൂടി ഇവിടുന്ന് പോകണം. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ 15-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയും, ആർക്കാണ് ധന്യത കൈവരിക്കാൻ സാധിക്കുക? ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനകാം ഏതൽ ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യൽ കൃതകൃത്യശ്ച ഭാരത. അവർക്ക് കൃതാർത്ഥത കൈവരിക്കാം. ആർക്ക് കൃതാർത്ഥത കൈവരിക്കാം? ബുദ്ധി കൊണ്ട്. ഏതത് ബുദ്ധ്വാ, ബുദ്ധി കൊണ്ട് ബുദ്ധിമാൻ. ആരായി തീരണം? ബുദ്ധിമാൻ. എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം? ഇതി ഗുഹ്യതമം ശാസ്ത്രം. എങ്ങനെ തന്റെ മനസ്സിനെ ഉയർത്തണം എന്ന് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കി ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിനെ ആരിലേക്ക് ഉയർത്താം? ഭഗവാനിലേക്ക് ഉയർത്താം. അവർക്ക് കൃതാർത്ഥത നേടാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഉയർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. എത്തേണ്ടത് എവിടെയാണ്? നമ്മളിൽ തന്നെയുള്ള ഭഗവാനാണോ അന്യനാണോ? നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. അല്ല സ്വാമി, അപ്പൊ താനെ അങ്ങോട്ട് മനസ്സ് പോവില്ലേ? താനെ പോകുന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? താനെ ഒന്നും പോവില്ല. അത് എന്തുകൊണ്ട് പോവില്ല? കാരണം അതിനിപ്പോ കുറെ തടസ്സങ്ങളും വിഘ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഏതൊക്കെ വിഘ്നങ്ങളുണ്ട്? എന്റെ എന്ന് പറയുന്ന വസ്തുക്കൾ അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്റെ എന്ന് പറയുന്ന വ്യക്തികൾ അതിനെ പിടിച്ചിട്ടുണ്ട്. മനസ്സിനെ ഇപ്പോഴും നമ്മൾ എവിടെ ഉറപ്പിച്ചിട്ടില്ല? സമബുദ്ധി എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഉറപ്പിച്ചിട്ടില്ല. അതിന് നമ്മുടെ മനസ്സിന് ആത്മീയമായൊരു സംസ്കാരം കുട്ടിക്കാലത്തെ നമ്മൾ വളർത്തി മുഴുവൻ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആത്മീയ സംസ്കാരത്തിൽ നമ്മൾ ജീവിതത്തെ ആചരിപ്പിച്ചിട്ടില്ല, കർമ്മങ്ങളിലൂടെ കൊണ്ടുപോയിട്ടില്ല, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനനുഷ്ഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിനെ പ്രായത്തിനനുസരിച്ച് പരിവർത്തനം വരുത്തിയിട്ടില്ല. പിന്നീട് നമ്മൾ ഭക്തന്മാരുടെയും അവതാര രൂപങ്ങളുടെയൊക്കെ ഉപദേശങ്ങളും കഥകളും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ മനസ്സിനെ അവിവേകത്തിൽ നിരോധിക്കേണ്ടടുത്ത് നിരോധിച്ച് വിവേകത്തിലേക്ക് നമ്മൾ ഉയർത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ മനസ്സിനെ സ്വസ്വരൂപത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടാവില്ല. അവസാനം നമ്മൾ എവിടെ എത്തണം? ആശ്രയത്തിലേക്ക് എത്തണം. അപ്പൊ ഈ 9 തടസ്സങ്ങൾ നീങ്ങിയാൽ, 9 തലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ എവിടെ എത്തിച്ചേരാൻ പറ്റും? ഇത് തന്നെയല്ലേ പാട്ടിലൂടെ പറയുന്നത്? പടിയാറും കാടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. 1ാമത്തെ പടിയിലിരുന്നിട്ട് പൊക്കിക്കോ ശിവ, എറണാകുളത്തപ്പ ഇരുന്ന് പൊക്കൂ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഭഗവാൻ പറയും അവിടെ തന്നെ ഇരുന്നോ, കാരണം എനിക്ക് പോലും പൊങ്ങണമെങ്കിൽ ഞാൻ തന്നെ മെനക്കെടണം. ഇതാണ് ദൈവങ്ങൾ പോലും പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറയരുത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ തളർത്തുന്ന, ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്ന, ഭയത്തിലേക്ക് ആഴ്ത്തുന്ന, വിഷമിപ്പിക്കുന്ന ദുർബല മനസ്സിനെ നിരോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ദൗർബല്യങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തേണ്ടത്? മനസ്സിന്റെ ശ്രദ്ധ അവിവേകത്തിൽ നിന്നും വിവേകത്തിലേക്ക് എങ്ങനെ നയിക്കാം എന്ന് പറഞ്ഞു തരുന്ന ഭാഗമാണ് ദശമസ്കന്ധം. ഒരു വശത്ത് ആകർഷിക്കപ്പെട്ടിരിക്കുന്ന മനസ്സിനെ, അവിവേകത്തിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന മനസ്സിനെ എങ്ങനെ വിവേകത്തിലേക്ക് ആകർഷിക്കപ്പെടാം എന്ന് പറഞ്ഞു തരുന്ന ഭാഗമാണ് ദശമസ്കന്ധം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരവും ഭഗവാന്റെ ലീലകളുമാണ് ദശമസ്കന്ധം. ഭഗവാന്റെ പേര് തന്നെ കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം ആകർഷിക്കാൻ
കഴിവുള്ളവൻ എന്നാണ്. അപ്പൊ ഇപ്പോഴും നമ്മളുണ്ടല്ലോ അർത്ഥം പറയുമ്പോണ്ടല്ലോ ആ വ്യക്തിയാണ് ആകർഷിക്കാൻ കഴിവുള്ളവനാക്കി വെച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ ശരീരം നല്ല കാർമേഘ വർണ്ണം, ആഭരണങ്ങള്, കിരീടം, അങ്ങനെ ആ വ്യക്തിയെ നമ്മൾ വളരെ ആകർഷിത രൂപത്തിൽ വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സൂക്ഷ്മമായ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അവിവേകത്തിൽ നിന്നും വിവേകത്തിലേക്ക് ആകർഷിക്കുന്ന ശക്തിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ പൂതന എന്ന് പറയുന്ന അവിവേകത്തിൽ നിന്നും കൃഷ്ണനാകുന്ന വിവേകത്തിലേക്ക് പൂതനയുടെ മനസ്സിനെ ഉയർത്തി ഭഗവാൻ. ഇങ്ങനെ അനവധി അനവധി കഥകളിലൂടെ അവിവേകമുള്ള മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്തുന്നു. അപ്പൊ അവിവേകത്തെ നിരോധിക്കണം, വിവേകത്തെ വളർത്തിയെടുക്കണം, വിവേകത്തിലേക്ക് ആകർഷിക്കപ്പെടണം. ഇങ്ങനെ പറഞ്ഞു തരുന്ന ലീലകളുടെ, ഭഗവാന്റെ ലീലകളുടെ ആ ഒരു ഭാഗമാണ് ദശമസ്കന്ധം. ഇതിനെ എന്തു പറയും? നിരോധം എന്ന് പറയും, നിരോധിക്കുക. ഇനി അടുത്തതാണ് ദശമസ്കന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിരോധം, മുക്തി. എന്താണ് മോക്ഷം എന്നുള്ളത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണേ. ഭാരതീയ സംസ്കാരത്തിൽ മോക്ഷം എന്ന് പറയുന്നത്, ഇവിടെ 10ാമത്തെ അധ്യായത്തിൽ ആ ശ്ലോകം പറഞ്ഞിട്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാവും. ഇവിടെ 2ാമത്തെ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തില് 6ാമത്തെ ശ്ലോകം. ഇവിടെ പറഞ്ഞതൊക്കെ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിരോധോസ്യാനുശയനം ആത്മനസ്സഹ ശക്തിഭി മുക്തിർഹിത്വാന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. മുക്തി എന്താണ്? മുക്തി ഹിത്വ അന്യഥാരൂപം. അന്യതാരൂപം ഹിത്വ, അന്യമായ രൂപത്തെ വിട്ടുകൊണ്ട് സ്വരൂപേണ വ്യവസ്ഥിതി, സ്വരൂപത്തിൽ മനസ്സ് വ്യവസ്ഥിതിയാകുന്നതാണ് ഏത്? മുക്തി. ദൈവം തരുന്നതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ ആ ശ്ലോകം? 2ാമത്തെ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞത്? ശ്ലോകം ശ്രദ്ധിച്ചു നിങ്ങൾ? ഇതൊക്കെ ശ്രദ്ധിക്കൂ. കാരണം ഹിന്ദു സംസ്കാരമുണ്ടല്ലോ അന്ധവിശ്വാസങ്ങളുടെ അല്ല. വെറുതെ അമ്പലത്തിൽ പോയി പൊട്ടത്തരം പറയരുത് നിങ്ങൾ. ഒരു ദൈവത്തിന് നിങ്ങൾക്ക് മോക്ഷം തരാൻ പറ്റില്ല. വളരെ വ്യക്തമായിട്ട് ഋഷീശ്വരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകുന്ന നമ്മുടെ ആ സമീപനം തന്നെ, അമ്പലത്തിൽ പോകുന്ന രീതി തന്നെ മാറും. നിങ്ങൾ വേണ്ടാത്ത വഴിപാടിനും വേണ്ടാത്ത പ്രാർത്ഥിക്കാനൊന്നും അമ്പലത്തിൽ പോവില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി അമ്പലത്തിൽ പോകും. നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് മനസ്സിലാവും ദൈവം എന്ന് പറയുന്നത് ഉപദ്രവിക്കുന്നവനല്ല, ദൈവം എന്ന് പറയുന്നത് ശിക്ഷിക്കുന്നവനല്ല. ദൈവം എന്ന് പറയുന്നത് നമ്മളെ ഉയർത്താൻ വന്നിരിക്കുന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കാതെ വെറുതെ പൊട്ടത്തരങ്ങളൊക്കെ പോയി പ്രാർത്ഥിച്ച് ദൈവമേ അത് തരൂ, ദൈവമേ ഇത് തരൂ. ഒരാൾ ചെന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? ഭഗവാനെ ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ. എന്നു പോയാലും ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 4-5 വർഷം ഇയാൾ പ്രാർത്ഥിച്ച ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ പ്രകടമായതാണ്. എന്നിട്ട് ചെകിടത്തൊന്നൊരൊറ്റ കൊടുക്കലാണ് കൊടുത്തു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, പോയി എടുക്കണ ലോട്ടറി, എന്നിട്ട് പ്രാർത്ഥിക്കുകയെന്ന്. ഇത്രയും കാലം ഇയാൾ ലോട്ടറി എടുക്കാതെയാ പ്രാർത്ഥിക്കുന്നതേ. ലോട്ടറി എടുക്കാതെ പ്രാർത്ഥിക്കും. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ തോന്നിവാസം ചിന്തിക്കൂ. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേന്ന്, പോയി എടുക്കണ ലോട്ടറി എന്ന്. ഇതുപോലെ നമ്മൾ ഈ വേണ്ടാത്ത പൊട്ടത്തരങ്ങളൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച് അവനവൻ തന്നെ മെനക്കെടാതെ ഏത് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും? അതുകൊണ്ട് ഋഷീശ്വരന്മാരൊന്നും വെഡിത്തം പറഞ്ഞിട്ടില്ല. 22 അവതാരങ്ങളിൽ ഒരവതാരമാണ് വേദവ്യാസ മഹർഷിയുടെ അവതാരം. നമ്മൾ കണ്ടു ഇല്ലേ? വേദവ്യാസ മഹർഷിയും ഭഗവാന്റെ ഒരു അവതാരമാണ്. അദ്ദേഹമാണ് നമ്മളോട് പറയുന്നത് മുക്തി എന്ന് പറയുന്നത് ഭഗവാൻ തരുന്നതല്ല. മുക്തി എന്ന് പറയുന്നത് സ്വാമിയെ കണ്ടാൽ മുക്തി കിട്ടുന്നൊക്കെ ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ പറയാറില്ലേ? അതൊക്കെ അവർ പറഞ്ഞോട്ടെ. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തി എന്ന് പറയുന്നത് ഹിത്വ അന്യഥാരൂപം, അന്യമായ രൂപത്തെ ഹിത്വ വിട്ടിട്ട് എന്താ പറയുന്നത്? സ്വരൂപേണ വ്യവസ്ഥിതി. അടിവരട്ട് പഠിക്കൂ ഇതൊക്കെ, അത്ര ശ്രദ്ധിക്കൂ നമ്മൾ. അപ്പോ ഏത് രൂപത്തെയാണ് വിടേണ്ടത്? അന്യമായതിനെ വിടണം. അപ്പൊ ഏതാണ് അന്യമായതെന്ന് പഠിക്കണം, അതിനെ വിടുകയും വേണം. സ്വരൂപ വ്യവസ്ഥിതി, സ്വരൂപത്തിൽ വ്യവസ്ഥിതി എന്നാ പറഞ്ഞത്. സ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പിക്കുക. വ്യവസ്ഥിതി പറഞ്ഞാലോ ദൃഢമായി വ്യക്തമായി ഉറപ്പിക്കുക. അപ്പൊ മനസ്സിനെ ഒന്ന് വിടേണ്ടതുണ്ട്, മറ്റൊന്നിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് ആർക്കാണ്? ശരീരത്തിനല്ല. മോക്ഷം എന്ന് പറയുന്നത് മനസ്സിനാണ്. അപ്പൊ ഇപ്പോ മോക്ഷം മനസ്സിനില്ലാത്തതിന് കാരണം മനസ്സ് വിടേണ്ടതിനെ വിട്ടിട്ടില്ല, ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ മനസ്സ് വിടേണ്ടത് വിടും വേണം, ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കുകയും വേണം. ഇതാര് വിടിയിപ്പിക്കണം? ആര് വിടിയിപ്പിക്കണം? ദൈവം വന്ന് വിടിയിപ്പിക്കണോ? ദൈവം വന്നാലും നിങ്ങൾ വിടില്ല. ആര് വിടിയിപ്പിക്കണം? അവനവൻ തന്നെ അവനവന് വേണ്ടി വിടിയിപ്പിക്കണം. അപ്പൊ ഏത് വിടിയിപ്പിക്കണം, എവിടെ ഉറപ്പിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഏകാദശ സ്കന്ധം. അതുകൊണ്ട് ഏകാദശ സ്കന്ധത്തെ മോക്ഷ ശാസ്ത്രമായിട്ട്, മുക്തിയുടെ മാർഗമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു.
മോക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് വിടണം, വേറൊരു വശത്ത് പിടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് 9 എണ്ണം കഴിഞ്ഞു. സർഗം കഴിഞ്ഞു, വിസർഗം കഴിഞ്ഞു, സ്ഥാനം കഴിഞ്ഞു, പോഷണം കഴിഞ്ഞു, ഊദയ കഴിഞ്ഞു, മന്വന്തരം കഴിഞ്ഞു, ഈശാന കഥ കഴിഞ്ഞു, നിരോധം കഴിഞ്ഞു, മുക്തി കഴിഞ്ഞു. ഇനി 10ാമത്തത് നേരത്തെ പറഞ്ഞു 9 എണ്ണം ലക്ഷണമാണ്, 10ാമത്തത് ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അതേതാണ്? ആശ്രയം. എന്താണ് ആശ്രയം എന്ന് പറഞ്ഞാൽ? ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി സമർപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരണസമയത്ത് ശരീരബോധം മറന്നുകൊണ്ട് എങ്ങനെ നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കാൻ പറ്റും? മരണസമയത്ത് ഏത് ബോധം ഉണ്ടാവരുത്? ശരീരബോധം ഉണ്ടാവരുത്. ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ വസ്തുക്കളുടെ ഒന്നും ബോധമുണ്ടാവരുത്. പരിപൂർണമായി ഏത് ബോധം വരണം? ഭഗവത് ബോധം വരണം. ആ ഭഗവത് ബോധം വരണമെങ്കിൽ എന്ത് വേണം? ആശ്രയിക്കണം. ആരെ ആശ്രയിക്കണം? അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഏത് ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്? നോക്കൂ, ആ ഭഗവാൻ എന്നൊക്കെ ഉള്ളതിനുള്ള നിർവചനം കൊടുക്കുന്നത് ആപാസശ്ച നിരോധശ്ച യതശ്ചാദ്യവസീയതേ സാശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേ. ആഭാസശ്ച നിരോധശ്ച. ആഭാസം, ആഭാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക. നിരോധം എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക, ഉദിക്കുക, അസ്തമിക്കുക. ആഭാസം ഉണരുക, നിരോധം അസ്തമിക്കുക. യതശ്ച അദ്യവസീയതേ. ഏതൊരു അദ്യവസീയത, ഏതൊരു തത്വത്തിൽ, ഒരു ശക്തിയിലിരുന്നു കൊണ്ടാണോ ഉദിക്കുന്നതും ഉറങ്ങുന്നതും അസ്തമിക്കുന്നതും, ഏതൊന്നിലാണോ സ ആശ്രയം പരം ബ്രഹ്മ. അതിനെ ആശ്രയം എന്ന് മനസ്സിലാക്കണം. അത് തന്നെയാണ് പരം ബ്രഹ്മ. അതിനെ പരമാത്മാ ഇതി ശബ്ദതേ. അതിനെ എന്തും വിളിക്കുന്നു? പരമാത്മ. രൂപമുള്ളത് ഒന്നാണോ പരമാത്മാവ്? എന്താണ് പരമാത്മാവിനെ നിർവചിച്ചിരിക്കുന്നത്? ഏതൊരു ആശ്രയത്തിൽ നിന്നാണോ ഉദിക്കുന്നത്, ഏതൊരു ആശ്രയത്തിലേക്കാണോ അസ്തമിക്കുന്നത്, അതിനെയാണ് പരമാത്മാവ്. ഈ ശരീരം ഉദിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണോ? ഈ ശരീരത്തെ ഉണർത്തുന്നത് മനസ്സാണ്. ഇതിനെ നിലനിർത്തുന്നത്, ശരീരത്തെ നിലനിർത്തുന്നത്, ആഹാരവും വെള്ളവും ഇതൊക്കെ തരുന്നത് പ്രകൃതിയാണ്, പഞ്ചഭൂതങ്ങളാണ്. അപ്പൊ ശരീരത്തെക്കുറിച്ചല്ല ഇവിടെ പറയാനുള്ളത്. ഇവിടെ പറയാനുള്ളത് ആരെക്കുറിച്ചായിരിക്കും? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ഉറങ്ങിക്കിടക്കുന്ന മനസ്സ്, ആഭാസം, ഉണരുന്നത്. ആ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ആ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും അതിന് ഉറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതൊരു അധിഷ്ഠാനത്തിലിരുന്നു കൊണ്ടാണോ ഉണരുകയും ഉറങ്ങുകയും ചെയ്യാൻ സാധിക്കുന്നത്, അതിനെയാണ് ആശ്രയം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അതിനെ തന്നെയാണ് പരമാത്മാവ്. ഇവിടെ ഏതെങ്കിലും രൂപം വെച്ചിട്ടുണ്ടോ ഭഗവാന്? ഈ പറയുന്ന ഭഗവാൻ നിങ്ങളിൽ നിന്ന് അന്യമാണോ? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരേണ്ടത് നമ്മളിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനിലേക്കാണോ? എവിടെ തന്നെയാണുള്ളത്? നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു സത്യം ഉറപ്പാണ്, നമ്മളിൽ ഒരു വശം മാത്രമേ നാശമുള്ളതുള്ളൂ, ഒരു വശത്തിന് നാശമില്ല. അപ്പൊ നാശമുള്ളതിൽ നിന്നും മനസ്സ് നാശമില്ലാത്തതിലേക്ക് ഉയർന്നാലേ ഈ ജീവിതത്തിന്റെ യാത്ര പൂർത്തിയാവുകയുള്ളൂ. ആണോ അല്ലയോ? ഇതാണ് ഋഷീശ്വരന്മാര് കണ്ടെത്തിയ പരമസത്യം. അതുകൊണ്ട് അവർ പറഞ്ഞു അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. അപ്പൊ ഇത് നമുക്ക് വീക്ഷണം വ്യക്തമായി. എന്റെ വ്യക്തിത്വത്തിൽ എന്റെ ബാഹ്യമായ പ്രകൃതം അത് നശിക്കും, അത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ എന്റെ ആന്തരിക വ്യക്തിത്വം അതിന് ഒരിക്കലും നാശമില്ല. അപ്പൊ ഞാൻ സ്ഥൂലബോധത്തിൽ നിന്നും സൂക്ഷ്മബോധത്തിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ 9 പടികളിലൂടെ ഞാൻ കടന്നുപോയാൽ എന്റെ സ്ഥൂലമായ മനസ്സ് ക്രമേണ ക്രമേണ സൂക്ഷ്മമായി വരും. അവസാനം എനിക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും? നാശമില്ലാത്ത ഏതൊരു ആശ്രയത്തിലിരുന്നു കൊണ്ടാണോ, ഏതൊരു ബ്രഹ്മത്തിലിരുന്നു കൊണ്ടാണോ, ഏതൊരു ചൈതന്യത്തിലിരുന്നു കൊണ്ടാണോ എന്റെ മനസ്സ് ഒരു കുമിള പോലെ പൊങ്ങി വന്നത്, അത് നിലനിന്നത്, വീണ്ടും അത് തിരിച്ചു വന്നത്, അങ്ങനെ ഉണർന്നും ഉയർന്നും ഉറങ്ങിയും നിൽക്കുന്ന മനസ്സിന്റെ പരമമായ ആശ്രയത്തിലേക്ക് തന്നെയാണ് എന്റെ മനസ്സ് അവസാനം എത്തിച്ചേരേണ്ടത്.
ക്ലിയർ ആണല്ലോ? ഇപ്രകാരം നമുക്കൊരു വ്യക്തമായൊരു കാഴ്ചപ്പാട് തന്നുകൊണ്ട് ഇനി ഭാഗവതം ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിക്കുകയാണ് പറഞ്ഞതിനെയൊക്കെ. അപ്പോ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊധയ, മന്നന്തരം, ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം. ആശ്രയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകം കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് എളുപ്പം മനസ്സിലാവും. യോ അധ്യാത്മികോയം പുരുഷ സോസോവ ഏവാധി ദൈവിക യതസ്ത്രോപയ വിച്ഛേദോ പുരുഷോക്യാദി ഭൗതിക ഏകമേകതരഭാവോ ഏകതരാഭാവേ യഥാർന്ന ഉപലാമഹേ ഹൃദയം തത്രയോ വേദ സ ആത്മാ സ്വ ആശ്രയാശ്രയ. ഇതൊക്കെ പറയുമ്പോൾ ചില ടെക്നിക്കൽ വാക്കുകളാണ്. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു.